السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തബൂക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഞാൻ വിവരിക്കുന്നതാണ്. കഴിഞ്ഞ ഖുതുബകളിൽ ഇവ വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സൂചിപ്പിച്ചതുപോലെ ചില മുനാഫിക്കുകൾ യുദ്ധത്തിന് പോകാൻ വിസമ്മതിക്കുകയും പലതരം ഒഴികഴിവുകൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ മദീനയിൽ തിരിച്ചെത്തിയ ശേഷവും മുനാഫിക്കുകൾ കൂടെ പോകാതിരുന്നതിന് ന്യായീകരണങ്ങളും ഒഴികഴിവുകളും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയാൽ ആദ്യം പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുക എന്നത് അവിടുത്തെ ചര്യയായിരുന്നു. അങ്ങനെ അവിടുന്ന് തബൂക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് മദീനയിൽ പ്രവേശിച്ചത്. ആദ്യം പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അവിടുന്ന് ഓരോ യാത്രയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നവാഫിൽ പൂർത്തിയാക്കിയ ശേഷം അവിടുന്ന് പള്ളിയിൽ തന്നെ ഇരുന്നു. ആളുകൾ നബി തിരുമേനിയെ സന്ദർശിക്കാനും കാണാനും വേണ്ടി എത്തിത്തുടങ്ങി. അതുപോലെ ഈമാന്റെ ബലഹീനതയും കപടതയും കാരണം യാത്രയിൽ പങ്കെടുക്കാത്തവരും വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് പ്രതീക്ഷകൾ തകർന്നുപോയ മുനാഫിക്കുകൾ കൂടുതൽ നാണക്കേടും ലജ്ജയും ഒഴിവാക്കാൻ വേണ്ടി സത്യം ചെയ്യാനും പലതരം ഒഴികഴിവുകളും ന്യായീകരണങ്ങളും പറയാനും തുടങ്ങി. ചരിത്രകാരന്മാർ എഴുതുന്നത് ഈ ആളുകൾ ഏകദേശം 80 പേരുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ചില നിവേദനങ്ങൾ അനുസരിച്ച് അതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബാഹ്യമായ ഒഴികഴിവുകൾ സ്വീകരിക്കുകയും അവരിൽ നിന്ന് ബയ്യത്ത് വാങ്ങുകയും അവർക്കു വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരുടെ ആന്തരികമായ കാര്യം അള്ളാഹുവിന് വിട്ടുകൊടുത്തു. എന്നാൽ ഈ മുനാഫിക്കുകളുടെ കുറ്റം മാപ്പർഹിക്കാത്തതായിരുന്നു. അതുകൊണ്ട് അള്ളാഹു വെളിപാട് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഇവർ അങ്ങേയറ്റം ദുഷിച്ചവരാണ്, അള്ളാഹു ഇനി ഒരിക്കലും അവരോട് തൃപ്തനാവുകയില്ല എന്ന്. ഈ ആളുകളെക്കുറിച്ച് സൂറ തൗബയിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു: യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഇലൈഹിം ഖുൽ ലാ തഅ്തദിറൂ ലനുഅ്മിനു ലക്കും ഖദ് നബഅനല്ലാഹു മിൻ അഖ്ബാരിക്കും വസയറല്ലാഹു അമലക്കും വറസൂലുഹു ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون سيحلفون بالله لكم إذا انقلبتم إليهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون يحلفون لكم
ലിതർലൗ അൻഹും ഫൈൻ തർലൗ അൻഹും ഫൈനല്ലാഹ ലാ യർലാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. നിങ്ങൾ അവരുടെ അടുത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർ നിങ്ങളോട് ഒഴികഴിവുകൾ പറയും. പറയുക, ഒഴികഴിവുകൾ പറയണ്ട, ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് അള്ളാഹു ഞങ്ങൾക്ക് വിവരം നൽകിയിരിക്കുന്നു. അള്ളാഹും അവൻ്റെ റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ തീർച്ചയായും കാണുന്നു. പിന്നീട് നിങ്ങൾ അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവൻ്റെ അടുത്തേക്ക് മടക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ അവരുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ അവരെ വിട്ട് നിങ്ങൾ തിരിഞ്ഞുകളയാൻ വേണ്ടി അവർ നിങ്ങളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ പേരിൽ തീർച്ചയായും സത്യം ചെയ്യും. അതിനാൽ നിങ്ങൾ അവരെ വിട്ട് തിരിഞ്ഞുകളയുക. നിശ്ചയം അവർ മലിനരാണ്. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നരകമാണ് അവരുടെ സങ്കേതം. നിങ്ങൾ അവരെക്കുറിച്ച് തൃപ്തരാകാൻ വേണ്ടി അവർ നിങ്ങളുടെ മുന്നിൽ സത്യം ചെയ്യും. അതിനാൽ നിങ്ങൾ അവരെക്കുറിച്ച് തൃപ്തരായാലും ധിക്കാരികളായ ജനതയെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും തൃപ്തനാവുകയില്ല. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നവരോട് അള്ളാഹു കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ഈ വചനങ്ങളിൽ അത് വ്യക്തമാണ്. ഈ ആളുകൾ ഫാസിഖുകളാണെന്ന് പറഞ്ഞു. അവരുടെ ജനാസ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും ഖബറിനടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. കൂടാതെ ഇനിമേൽ അവർ ഒരു ഉദ്യമത്തിലും ഭാഗപക്കാവുകയോ ഒരു യുദ്ധത്തിലും ചേരുകയോ ചെയ്യില്ല എന്ന വിലക്കും ഏർപ്പെടുത്തി. അള്ളാഹു ഇപ്രകാരം പറയുന്നു: ഫരിഹൽ മുഖല്ലഫൂന ബിമാ ഖദിഹിം ഖിലാഫ റസൂലില്ലാഹി വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി വഖാലു ലാ തൻഫിറു ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ ഫൽയസ്ഹഖൂ ഖലീലൻ വയബ്കൂ കസീറൻ ജസാം ബിമാ കാനൂ യക്സിബൂൻ ഫൈൻ റജാകല്ലാഹു ഇലാ തായിഫത്തും മിൻഹും ഫസ്തഅ്സനൂക ലിൽ ഖുറൂജി ഫഖുല്ലൻ തഖ്റുജു മഅയ അബദൻ ഖുല്ലൻ തഖ്റുജു മഅയ അബദൻ വലൻ തുഖാതിലു മഅയ അദുവ ഇന്നകും റസീതും ബിൽ ഖുഊദി അവ്വല മറത്തിൻ ഫഖാദു മഅൽ ഖാലിഫീൻ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദം വലാ തഖും അലാ ഖബരിഹി ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ വലാ തുജിബ്ക അംവാലുഹും വഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു അൻ യുഅസ്സിബഹും ബിഹാ ഫിദ്ദുനിയ വതസ്ഹഖ അൻഫുസഹും വഹും കാഫിറൂൻ. പിന്നിലായി പോയവർ അള്ളാഹുവിൻ്റെ ദൂതന് വിരുദ്ധമായി തങ്ങൾ ഇരുന്നു പോയതിൽ സന്തോഷിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനവും ജീവനും കൊണ്ട് ധർമ്മസമരം ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, കഠിന ചൂടിൽ യാത്ര പുറപ്പെടരുതെന്ന് അവർ പറഞ്ഞിരുന്നു. നീ പറയുക, നരകത്തിൻ്റെ തീ എരിക്കുന്ന കാര്യത്തിൽ ഏറെ കഠിനമാകുന്നു. അവർ അറിഞ്ഞിരുന്നെങ്കിൽ. ആകയാൽ അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിൻ്റെ തിക്തഫലമെന്നോണം അവർ അല്പം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്തു കൊള്ളട്ടെ. അള്ളാഹു നിന്നെ അവരുടെ ഏതെങ്കിലും സംഘത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും അവർ നിന്നോടുകൂടെ പുറപ്പെടാൻ അനുവാദം ചോദിക്കുകയുമാണെങ്കിൽ നീ അവരോട് പറയുക, നിങ്ങൾ മേലിൽ എന്നോടൊപ്പം ധർമ്മസമരത്തിനു വേണ്ടി ഒരിക്കലും പുറപ്പെടുന്നതല്ല. എന്നോടൊപ്പം ചേർന്ന് ശത്രുക്കളുമായി നിങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യുന്നതുമല്ല. നിങ്ങൾ തീർച്ചയായും ആദ്യ തവണ വീട്ടിലിരിക്കുന്നതിലാണ് സന്തോഷിച്ചിരുന്നത്. ആകയാൽ ഇനി പിന്നിലായി പോയവരോടൊപ്പം തന്നെ നിങ്ങൾ ഇരുന്നു കൊള്ളുക. അവരിൽ മരണപ്പെട്ട ആർക്കു വേണ്ടിയും നീ ഒരിക്കലും ജനാസ നമസ്കരിക്കുകയും ഒരിക്കലും അവരുടെ ഖബറിനടുത്ത് പ്രാർത്ഥനയ്ക്കു വേണ്ടി നിൽക്കുകയും ചെയ്യരുത്. തീർച്ചയായും അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിക്കുകയും അവർ ദുഷ്കർമ്മികളായി മരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളും നിന്നെ ആകർഷിക്കാതിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു ആഗ്രഹിക്കുന്നത് അവർക്ക് അവരെ കൊണ്ട് തന്നെ ഇഹലോക ജീവിതത്തിൽ ശിക്ഷ നൽകുകയും നിഷേധികളായ അവസ്ഥയിൽ അവരുടെ ജീവനെടുക്കുകയും ചെയ്യണമെന്നാണ്. ഇവയെല്ലാം സൂറ തോബയിലെ വചനങ്ങളാണ്.
തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്നിലായി പോയവർ 4 തരം ആളുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഏതെങ്കിലും നിർബന്ധ കടമ നിർവഹിക്കാനായി പിന്നിലായി പോയ ഭാഗ്യവാന്മാരാണെന്ന്. ഉദാഹരണത്തിന് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമ്മെ മക്തൂം, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങിയവർ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ദുർബലരും രോഗികളുമായ ആളുകളാണ്. വളരെ നിർധനരും ദരിദ്രരുമായ അവർ യാത്രാവാഹനം ഒരുക്കാൻ കഴിവില്ലാത്തവരായിരുന്നു. യഥാർത്ഥത്തിൽ ഒഴിവ് ലഭിച്ചവരാണ് ഇവരെന്ന് ഇവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ വിവരിച്ചതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞു, ഇവർ എല്ലായിടത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് അള്ളാഹു അവരെ ഞങ്ങളുടെ പ്രതിഫലത്തിൽ ഭാഗപക്കാക്കി. മൂന്നാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ്. ഇവരുടെ പ്രവർത്തനത്തെ ഖുർആൻ കഠിനമായി അപലപിച്ചിരിക്കുന്നു. അവരോടുള്ള അതൃപ്തിയും കഠിനമായ ശിക്ഷയും മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ ഖുർആനിൽ എന്നേക്കുമായി അവതരിക്കുകയുണ്ടായി. നാലാമത്തെ വിഭാഗം ആളുകൾ കേവലം അലസത കാരണം പങ്കെടുക്കാതിരുന്നവരാണ്. ഇവർ പിന്നിലായിപ്പോയി. ഇവരിൽ 3 സഹാബിമാർ പ്രത്യേകം ശ്രദ്ധേയരാണ്. ഹസ്രത്ത് കാബ് ബിൻ മാലിക്, ഹസ്രത്ത് മുറാറത്ത് ബിൻ റബിയ, ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ. ഈ 3 സഹാബിമാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഈ വചനം അവതരിച്ചു: വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ സാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വസാഖത് അലൈഹിം അൻഫുസുഹും വസന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. മാറ്റി നിർത്തപ്പെട്ട 3 പേരിലേക്കും അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്നു. എത്രത്തോളമെന്നാൽ ഭൂമി വിശാലമായിരുന്നെങ്കിലും അവർക്കത് ഇടുങ്ങിയതായി തീരുകയും അവരുടെ ആത്മാക്കൾ പ്രയാസം അനുഭവിക്കാൻ തുടങ്ങുകയും അള്ളാഹുവിൽ നിന്ന് അവനിലേക്കല്ലാതെ വേറൊരു അഭയമാർഗവുമില്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് പശ്ചാത്തപിക്കാൻ കഴിയുന്നതിന് വേണ്ടി പിന്നെ അവൻ അവരിലേക്ക് സ്വീകാര്യത നൽകിക്കൊണ്ട് തിരിഞ്ഞു. തീർച്ചയായും അള്ളാഹു തന്നെയാണ് വീണ്ടും വീണ്ടും പശ്ചാത്തപം സ്വീകരിക്കുന്നവനും നിരന്തരം കരുണ ചെയ്യുന്നവനും. അസ്സലാസത്തുല്ലദീന ഖുല്ലിഫു, മാറ്റി നിർത്തപ്പെട്ട 3 പേർ എന്നതിൻ്റെ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ ഹസ്രത്ത് കാബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വയം വിവരിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ഒരു യുദ്ധത്തിൽ നിന്നും ഞാൻ പിന്നോട്ട് നിന്നിട്ടില്ല, തബൂക്ക് യുദ്ധമൊഴികെ. ബദർ യുദ്ധത്തിലും ഞാൻ പങ്കെടുക്കാതെ പോയെങ്കിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആരോടും അവിടുന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നില്ല. ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിരുന്നത്. എന്നാൽ യുദ്ധം ഉദ്ദേശിക്കാതെ തന്നെ അള്ളാഹു അവരെ ശത്രുക്കളുമായി ഏറ്റുമുട്ടിച്ചു. കൂടാതെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്ത അഖബയുടെ രാവിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ രാവിന് പകരമായി ബദറിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഖബയിലെ ഉടമ്പടിയാണ് ബദറിനേക്കാൾ വലുതെന്ന് അദ്ദേഹം കരുതി. എങ്കിലും ബദർ ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രസിദ്ധമാണ്. എൻ്റെ അവസ്ഥയാണെങ്കിൽ തബൂക്ക് യുദ്ധത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നിലായി പോയ കാലത്തേക്കാൾ എനിക്ക് കായിക ബലവും സമ്പന്നതയും മറ്റൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഇവിടെ തബൂക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യമാണ് ഇദ്ദേഹം വിവരിക്കുന്നത്. അന്ന് അദ്ദേഹം ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള അവസ്ഥയിലായിരുന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഇതിനു മുമ്പ് ഒരിക്കലും എൻ്റെ അടുത്ത് ഒട്ടകങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല. ഈ യുദ്ധസമയത്ത് ഞാൻ 2 ഒട്ടകങ്ങൾ കൂടെ കരുതിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു യുദ്ധത്തിന് ഉദ്ദേശിക്കുമ്പോഴും അദ്ദേഹം വിശദീകരിക്കുകയാണ്, സാധാരണയായി അത് രഹസ്യമായി വെച്ച് മറ്റേതെങ്കിലും ദിശയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതായി കാണിച്ചിരുന്നു. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ യുദ്ധതന്ത്രമായിരുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ, അതായത് തബൂക്ക് യുദ്ധത്തിൽ, അവിടുന്ന് കഠിനമായ ചൂടുകാലത്താണ് പുറപ്പെട്ടത്. ദൂരയാത്രയും
വിജനമായ മരുഭൂമിയും എണ്ണത്തിൽ വളരെയധികം വരുന്ന ശത്രുവുമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുണ്ടായിരുന്നത്. അവിടുന്ന് മുസ്ലിങ്ങളോട് അവരുടെ അവസ്ഥ തുറന്നു പറഞ്ഞു. ഈ സന്ദർഭത്തിൽ അവിടുന്ന് മറച്ചുവെച്ചില്ല. പകരം നമ്മൾ ഈ യുദ്ധത്തിനാണ് പോകുന്നതെന്ന് തുറന്നു പറഞ്ഞു. അങ്ങനെ അവർ ആക്രമണത്തിന് വേണ്ട വിധം തയ്യാറെടുപ്പുകൾ നടത്താനായിരുന്നു ഇത്. അവിടുന്ന് താൻ പോകാൻ ഉദ്ദേശിച്ച ദിശയും അവർക്ക് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥവും രജിസ്റ്ററും ഉണ്ടായിരുന്നില്ല. തബൂക്കിൽ പങ്കെടുത്തവരുടെ എണ്ണം, അതായത് ആരൊക്കെ കൂടെ പോയി ആരൊക്കെ പോയില്ല എന്നത് ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാണ് കാബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അതിൽ കാബ് പറയുന്നു, താൻ ഹാജരായില്ലെങ്കിൽ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയാൻ പോകുന്നില്ലെന്ന് ഒരു വ്യക്തിയും ചിന്തിച്ചിരുന്നില്ല. കാരണം എവിടെയും എഴുതി വെച്ചിട്ടില്ലായിരുന്നിട്ടും തൻ്റെ അഭാവം അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതിനെപ്പറ്റി ദൈവിക വെളിപാട് അവതരിക്കുന്നതുവരെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് പോയത് പഴങ്ങൾ പാകമാകുകയും തണൽ വിരിയുകയും ചെയ്ത സമയത്തായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുസ്ലിങ്ങളും ഒരുങ്ങി. ഞാനും രാവിലെ പോകുമായിരുന്നു. തന്നെപ്പറ്റി അദ്ദേഹം പറയുകയാണ്, യാത്രയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കാൻ രാവിലെ ഞാനും അവരോടൊപ്പം പോകുമായിരുന്നു. പോകാൻ ഞാൻ ഉറച്ചിരുന്നു. എന്നാൽ ഞാൻ തിരിച്ചു പോരുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അലസത കാരണം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിൽ പറയുമായിരുന്നു, എനിക്ക് തയ്യാറെടുക്കാവുന്നതേയുള്ളൂ, നാളെ അത് ചെയ്യാം. ഈ ചിന്ത എന്നെ ഒഴികഴിവുകളിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെ യാത്ര പുറപ്പെടാൻ തിരക്ക് കൂട്ടുന്ന സമയം എത്തിച്ചേർന്നു. ഒരു പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളും അവിടത്തോടൊപ്പം പുറപ്പെട്ടു. പക്ഷെ ഞാൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഒരു സാധനവും ഒരുക്കി തീർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതി അവിടുന്ന് പോയതിനു ശേഷം ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞ് തയ്യാറെടുപ്പുകൾ നടത്തി പൂർത്തിയാക്കി അവരോടൊപ്പം ചേരാം. അവർ പോയതിനു ശേഷം അടുത്ത പ്രഭാതത്തിൽ ഞാൻ യാത്രയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കാൻ പോയെങ്കിലും തിരിച്ചു വന്നു ഒന്നും ചെയ്യാതെ. പിന്നെ അടുത്ത ദിവസം പോയി തിരിച്ചു വന്നു, ഞാനൊന്നും ചെയ്തില്ല. ഈ അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ സൈന്യം അതിവേഗം സഞ്ചരിച്ച് വളരെ മുന്നോട്ട് പോയിരുന്നു. ഞാനും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. അവരോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് അതിനും കഴിഞ്ഞില്ല. അതെനിക്ക് വിധിക്കപ്പെട്ടിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം ഞാൻ പുറത്തിറങ്ങുകയും ആളുകൾക്കിടയിലൂടെ നടക്കുകയും ചെയ്യുമ്പോൾ കപടവിശ്വാസത്തിന്റെ കുറ്റം ചുമത്തപ്പെട്ടവരെയോ അള്ളാഹു ഒഴികഴിവ് നൽകിയ ദുർബലരായ ആളുകളെയോ മാത്രം കണ്ട് ഞാൻ ഏറെ വിഷമിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തിയപ്പോൾ എന്നെ അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് തബൂക്കിൽ ജനങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, കാബ് എവിടെയാണ്? ബനു സലമ ഗോത്രത്തിലെ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അവൻ്റെ 2 മേൽവസ്ത്രങ്ങളും അവൻ്റെ വലത്തോട്ടും ഇടത്തോട്ടുമുള്ള നോട്ടവും അവനെ തടഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പക്ഷേ അഹങ്കാരം കാരണമോ അലസത കാരണമോ ആയിരിക്കും. ഇത് കേട്ട് ഹസ്രത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറഞ്ഞത് എത്ര മോശം കാര്യമാണ്. കാബിനെ കുറിച്ച് അള്ളാഹുവാണ് സത്യം. ഞങ്ങൾക്ക് നല്ലതല്ലാതെ ഒരനുഭവവുമില്ല. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. ഹസ്രത്ത് കഅബ് ഇബ്നു മാലിക് പറയുന്നു, അവിടുന്ന് തിരിച്ചു വരുന്നു എന്ന വാർത്ത എന്നിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ആധിയായി. നാളെ അവിടുത്തെ അതിർത്തിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ച് ഞാൻ നുണകൾ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ഒഴികഴിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എൻ്റെ വീട്ടിൽ അഭിപ്രായം പറയാൻ യോഗ്യരായ എല്ലാവരോടും ഞാൻ കൂടിയാലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ നുണകളും അപ്രത്യക്ഷമായി. നുണ പറഞ്ഞുകൊണ്ട് അവിടുത്തെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരിക്കലും കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ അവിടുത്തോട് സത്യം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നു. അവിടുന്നൊരു യാത്രയിൽ നിന്ന് വന്നാൽ ആദ്യം പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുകയും പിന്നീട് ആളുകളെ കാണാനിരിക്കുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് ഇതെല്ലാം ചെയ്തപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾ അവിടുത്തെ അടുത്ത് വന്ന് ഒഴികഴിവുകൾ പറയാനും സത്യം ചെയ്യാനും തുടങ്ങി. ഈ ആളുകൾ 80-ലധികം ഉണ്ടായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബാഹ്യമായ ഒഴികഴിവുകൾ സ്വീകരിക്കുകയും അവരിൽ നിന്ന് ബയ്യത്ത് വാങ്ങുകയും അവർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും അവരുടെ ആന്തരികമായ കാര്യം അള്ളാഹുവിന് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ശേഷം ഞാൻ അവിടെ അടുത്തേക്ക് വന്നു. ഞാൻ അവിടുത്തോട് സലാം പറഞ്ഞപ്പോൾ അവിടുന്ന് കോപിഷ്ഠനായ ഒരാളെപ്പോലെ പുഞ്ചിരിച്ചു. അവിടുന്ന് കോപം കലർന്ന ഒരു പുഞ്ചിരി നൽകി. പിന്നെ അവിടുന്ന് കൽപ്പിച്ചു, മുന്നോട്ട് വരിക. ഞാൻ നടന്നു ചെന്ന് തിരുമേനിയുടെ മുന്നിലിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? നീ വാഹനം വാങ്ങിയിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവാണ് സത്യം. അങ്ങൊഴിച്ച് ലോകത്തെ മറ്റൊരാളുടെ മുന്നിലായിരുന്നു ഞാനെങ്കിൽ ഒരു ഒഴികഴിവ് പറഞ്ഞ് ഞാൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അതൃപ്തിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് വാഗ്മിത്വമുണ്ട്. പക്ഷെ അള്ളാഹുവാണ് സത്യം. ഞാനിന്ന് അങ്ങയോട് ഒരു നുണ പറഞ്ഞാൽ അങ്ങ് എന്നോട് തൃപ്തനായാലും അള്ളാഹു ഉടൻ തന്നെ അങ്ങയെ എന്നെക്കുറിച്ച് അതൃപ്തനാക്കിയേക്കും. എന്നാൽ ഞാൻ സത്യം തുറന്നു പറയുകയാണെങ്കിൽ അതിലൂടെ അങ്ങ് എന്നോട് അതൃപ്തനാകുമെങ്കിലും അള്ളാഹുവിൻ്റെ മാപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം തുടർന്നു, ഇല്ല, അള്ളാഹുവാണ് സത്യം. എനിക്കൊരു ഒഴികഴിവുമില്ലായിരുന്നു. അള്ളാഹുവാണ് സത്യം. അങ്ങയോട് കൂടെ ചേരാതെ നിന്ന ആ സമയത്തോളം ഞാൻ ഒരിക്കലും ഇത്ര ശരീരബലമുള്ളവനും സമ്പന്നനുമായിരുന്നിട്ടില്ല. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് കൽപ്പിച്ചു, എഴുന്നേറ്റ് പോവുക. നിന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കുന്നത് വരെ കാത്തിരിക്കുക. അവിടുന്ന് പറഞ്ഞു, നീ സത്യം പറഞ്ഞിരിക്കുന്നു, എങ്കിലും ഇപ്പോൾ പോവുക. അള്ളാഹു നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. ഞാൻ എഴുന്നേറ്റ് പോയി. ബനു സലമ ഗോത്രത്തിലെ ചില ആളുകളും എൻ്റെ പിന്നാലെ വന്നു. അവർ എന്നോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. ഇതിനു മുമ്പ് ഒരു തെറ്റ് ചെയ്തതായി ഞങ്ങൾക്കറിയില്ല. യുദ്ധത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നവർ അങ്ങയുടെ മുന്നിൽ ഒഴികഴിവുകൾ പറഞ്ഞപ്പോൾ നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഒഴികഴിവ് പറയാനും കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത് നിന്റെ ഈ പാപം പൊറുക്കാൻ മതിയായതായിരുന്നല്ലോ. അള്ളാഹുവാണ് സത്യം. അവരെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ ഉദ്ദേശിച്ചു. അദ്ദേഹം പറയുന്നു, എൻ്റെ മനസ്സ് മാറി. തിരിച്ചുപോയി ഞാൻ മുമ്പ് പറഞ്ഞത് നുണയാണെന്ന് പറഞ്ഞ് അവിടുത്തെ മുന്നിൽ ഒരു ഒഴികഴിവുണ്ടാക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവരോട് പോയി മറ്റു വല്ല ഒഴിവും പറഞ്ഞ് മാപ്പിനെ അപേക്ഷിക്കുക എന്ന് ഉപദേശകരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെയുള്ള സത്യം ഏറ്റുപറഞ്ഞ മറ്റാരെങ്കിലും എൻ്റെ കൂടെയുണ്ടോ? അവർ പറഞ്ഞു, അതെ, മറ്റു 2 പേരും കൂടിയുണ്ട്. അവർ നീ പറഞ്ഞതുപോലെ പറഞ്ഞു. അവർക്ക് ലഭിച്ച അതേ മറുപടി തന്നെയാണ് നിനക്കും ലഭിച്ചത്. ഞാൻ ചോദിച്ചു, അവരാരാണ്? അവർ പറഞ്ഞു, മറാറ ബിൻ റബിയ അംരി, ഹിലാൽ ബിൻ ഉമയ്യ വാഖഫി. അവരെന്നോട് ബദറിൽ പങ്കെടുത്ത നല്ലവരായ 2 ആളുകളുടെ പേരാണ് പറഞ്ഞത്. അവർ ഇരുവരിലും എനിക്കൊരു മാതൃകയുണ്ടായിരുന്നു. ആളുകൾ ഈ 2 പേരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് ഞങ്ങളോട് സംസാരിക്കുന്നത് വിലക്കി. അതായത് ഞാൻ തിരിച്ചു ചെന്ന് ഒഴികഴിവ് പറയാൻ നിന്നില്ല, മറിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നു. ആളുകൾ ഞങ്ങളുമായി, അതായത് തിരുമേനിയോടൊപ്പം യുദ്ധത്തിന് പോകാതെ വിട്ടുനിന്നവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് നബി തിരുമേനി വിലക്കി. ആളുകൾ ഞങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങി. ഞങ്ങൾ തികച്ചും അപരിചിതരെപ്പോലെയായി. ഈ ഭൂമി പോലും എനിക്ക് അന്യമായി തോന്നി. എനിക്ക് പരിചയമുള്ള ഭൂമിയായിരുന്നില്ല അത്. ഞങ്ങൾ ഈ അവസ്ഥയിൽ 50 രാത്രികൾ കഴിച്ചുകൂട്ടി. എൻ്റെ കൂട്ടുകാർ ദുഃഖിതരായി വീടുകളിൽ ഒതുങ്ങിക്കൂടി കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ അവരെക്കാൾ ചെറുപ്പവും പ്രയാസങ്ങൾ സഹിക്കാൻ കൂടുതൽ ശക്തനുമായിരുന്നു. ഞാൻ പുറത്തു പോകുമായിരുന്നു. ഞാൻ മുസ്ലിങ്ങളോടൊപ്പം നമസ്കരിക്കുകയും ചന്തകളിൽ നടക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ആരും എന്നോട് സംസാരിച്ചിരുന്നില്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും പോകുമായിരുന്നു. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിരിക്കവേ ഞാൻ അവിടുത്തോട് സലാം പറയുമായിരുന്നു. മനസ്സിൽ ഞാൻ ചിന്തിച്ചു, എൻ്റെ സലാമിന് മറുപടി നൽകാൻ അവിടുന്ന് തൻ്റെ ചുണ്ടുകൾ ചലിപ്പിച്ചോ ഇല്ലയോ? ഞാൻ നമസ്കരിക്കുമ്പോൾ കണ്ണുകൾ കൊണ്ട് അവിടുന്ന് എന്നെ നോക്കുമായിരുന്നു. ഞാൻ അങ്ങയോട് അടുത്തു ചേർന്ന് നമസ്കരിക്കുകയും കണ്ണുകൾ വെട്ടിച്ച് അങ്ങയെ നോക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ നമസ്കരിക്കുമ്പോൾ അവിടുന്ന് എന്നെ നോക്കും. എന്നാൽ ഞാൻ അങ്ങയെ ശ്രദ്ധിക്കുമ്പോൾ അവിടുന്ന് എന്നിൽ നിന്ന് മുഖം തിരിക്കുമായിരുന്നു. ഇങ്ങനെ ആളുകളുടെ ഈ പരുഷമായ പെരുമാറ്റം കുറേ കാലം തുടർന്നപ്പോൾ അതെനിക്ക് താങ്ങാൻ പറ്റാത്തത്ര ദുസ്സഹമായി. അപ്പോൾ ഞാൻ പോയി അബൂ ഖതാദയുടെ തോട്ടത്തിൽ മതിൽ ചാടിക്കടന്നു. അതായത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം തൻ്റെ പിതൃസഹോദര പുത്രനായിരുന്നു.
എല്ലാ ആളുകളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും. പ്രധാന കവാടത്തിലൂടെ പോകുന്നതിന് പകരം വിളിച്ചാണ് അദ്ദേഹം പോയത്. കാബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം എൻ്റെ സലാമിന് മറുപടി നൽകിയില്ല. ഞാൻ ചോദിച്ചു, അബൂ ഖതാദ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അദ്ദേഹം നിശബ്ദനായി നിന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, സത്യം ചെയ്തു. അപ്പോഴും അദ്ദേഹം നിശബ്ദനായി. പിന്നെ മൂന്നാമതും ഞാൻ സത്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് നന്നായി അറിയുക. ഇത് കേട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ പുറംതിരിഞ്ഞ് മതിലും ചാടി അവിടെ നിന്ന് പോന്നു. അതിൽ കാബ് പറയുന്നു, ആയിടയ്ക്ക് ഞാൻ മദീനയിലെ ചന്തയിലൂടെ നടന്നു പോകുമ്പോൾ സിറിയയിൽ നിന്നുള്ള നബ്തിയുകളിൽ, അതായത് മദീനയിൽ ധാന്യം വിൽക്കാൻ വന്ന കച്ചവടക്കാർ, ആ നബ്തിയുകളിൽ ഒരാൾ ചോദിക്കുന്നത് കണ്ടു, കാബ് ബിൻ മാലിക്കിന് ആര് കാണിച്ചു തരും? ഇത് കേട്ട ആളുകൾ എന്നെ ആംഗ്യം കാണിച്ചു കൊടുത്തു. അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ ഗസാൻ രാജാവിൻ്റെ ഒരു കത്ത് എനിക്ക് നൽകി. അതിൽ ഇപ്രകാരമായിരുന്നു, നിന്റെ കൂട്ടുകാരൻ നിങ്ങളോട് കാഠിന്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തിയ വിവരം ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിന്നെ അവഹേളിക്കാനോ പാടാക്കാനോ വേണ്ടി അള്ളാഹു നിന്നെ അങ്ങനെയൊരു വീട്ടിലല്ല സൃഷ്ടിച്ചത്. നീ ഞങ്ങളോടൊപ്പം വന്നു ചേരുക, ഞങ്ങൾ നിനക്ക് ആതിഥേയത്വം നൽകാം. ഈ കത്ത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മറ്റൊരു പരീക്ഷണമാണ്. ഒന്നാമത്തെ പരീക്ഷണം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഈ ക്ഷണരൂപത്തിലുള്ള കത്ത് രണ്ടാമത്തെ പരീക്ഷണമായി തോന്നി. അദ്ദേഹം പറയുന്നു, ഞാൻ ആ കത്തുമായി ഒരു അടുപ്പിനടുത്തേക്ക് പോയി. അവിടെ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഞാൻ ആ കത്ത് അതിൽ വലിച്ചെറിഞ്ഞു. 50 രാത്രികളിൽ നിന്ന് 40 രാത്രികൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവാഹകൻ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് കൽപ്പിക്കുന്നു, നീ നിന്റെ ഭാര്യയിൽ നിന്ന് വേർപിരിയുക. ഞാൻ ചോദിച്ചു, ഞാൻ അവളെ ത്വലാഖ് ചെയ്യണോ അതോ എന്തു ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, അവളിൽ നിന്ന് അകന്നു നിൽക്കുക, അവളുടെ അടുത്തേക്ക് പോകരുത്. എൻ്റെ 2 കൂട്ടുകാർക്കും അവിടുന്ന് ഇതേ സന്ദേശം കൊടുത്തയച്ചിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുക. ഈ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കുന്നതുവരെ നീ അവിടെ തന്നെ കഴിയുക. ഹസ്രത്ത് കാബ് പറയുന്നു, ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യയ്ക്കും ഇതേ കൽപ്പനയായിരുന്നു ലഭിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഹിലാൽ ഇബ്നു ഉമയ്യ വളരെ വയസ്സായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേറെ സേവകനൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ സേവിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടക്കേടുണ്ടാക്കുമോ? ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക പോലുള്ള കാര്യങ്ങൾ. അവിടുന്ന് പറഞ്ഞു, ഇല്ല, പക്ഷെ നീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകരുത്, നിനക്ക് ഇത്രയും സേവനം ചെയ്യാം. അവർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അദ്ദേഹത്തിന്, അതായത് ഹിലാലിന് ഇപ്പോൾ ഒന്നിനോടും ഒരു പ്രേരണയുമില്ല. അള്ളാഹുവാണ് സത്യം, ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ ഇന്ന് വരെ അദ്ദേഹം കരയുകയാണ്. എൻ്റെ ചില ബന്ധുക്കൾ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ അനുവാദം ചോദിച്ചുകൂടെ? നിന്റെ ഭാര്യ നിന്നെ സേവിക്കട്ടെ, ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തതുപോലെ. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് അനുവാദം ചോദിക്കുകയില്ല. അവിടുന്ന് അതിനെക്കുറിച്ച് എന്ത് മറുപടി നൽകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു യുവാവാണ്. അതായത് ഹിലാൽ ഇബ്നു ഉമയ്യ വൃദ്ധനായിരുന്നു, ഞാൻ യുവാവാണ്. ഇതിനുശേഷം ഞാൻ 10 രാത്രികൾ കൂടി കാത്തിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിക്കുന്നത് വിലക്കിയ സമയം മുതൽ ഞങ്ങൾക്ക് വേണ്ടി 50 രാത്രികൾ പൂർത്തിയായി. 50-ാം രാത്രി പ്രഭാതത്തിൽ ഞാൻ സുബഹി നമസ്കാരം നിർവഹിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ വീടുകളിൽ ഒന്നിൻ്റെ ടെറസിൽ ഇരിക്കുകയായിരുന്നു. അള്ളാഹു വിവരിച്ച അതേ അവസ്ഥയിലായിരുന്നു ഞാൻ. അതായത് എൻ്റെ ആത്മാവ് എനിക്ക് ഇടുങ്ങിയതായി തോന്നുകയും ഭൂമി അതിൻ്റെ വിശാലതയോടുകൂടി എനിക്ക് ഇടുങ്ങിയതായി അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഒരാൾ സലാഹ് മലയിൽ കയറി ഉച്ചത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഓ കാബ് ബിൻ മാലിക്, നിനക്ക് സന്തോഷ വാർത്ത. ഇത് കേട്ട് ഞാൻ സുജൂദിൽ വീണു. കഷ്ടപ്പാട് നീങ്ങിപ്പോയി എന്ന് ഞാൻ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞ് നമ്മുടെ പിഴവ് മാപ്പാക്കിയിരിക്കുന്നു എന്ന് വിളംബരം ചെയ്തു. ഇത് കേട്ട ആളുകൾ ഞങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ തുടങ്ങി. എൻ്റെ മറ്റ് 2 കൂട്ടുകാരുടെയും അടുത്തേക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവർ പോയി. ഒരാൾ എൻ്റെ അടുത്തേക്ക് കുതിരയെ ഓടിച്ചു വന്നു. അസ്ലം ഗോത്രക്കാരനായ ഒരാൾ ഓടി വന്ന് കുന്നിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കുന്നിൽ കയറി വിളിച്ചു പറഞ്ഞതിൻ്റെ ശബ്ദം കുതിരയേക്കാൾ വേഗത്തിൽ എന്നിൽ എത്തിച്ചേർന്നു. അതായത് ഒരാൾ കുതിരപ്പുറത്തായിരുന്നു വന്നത്. മറ്റേയാൾ അവലംബിച്ച രീതി
കുന്നിൽ കയറി വിളിച്ചു പറയുക എന്നതായിരുന്നു. സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന വ്യക്തിക്ക് സന്തോഷം അറിയിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ 2 വസ്ത്രങ്ങൾ ഊരി നൽകുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, അള്ളാഹുവാണ് സത്യം, ആ സമയത്ത് അതല്ലാതെ മറ്റൊന്നും എൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. ഞാൻ മറ്റൊരാളിൽ നിന്ന് 2 വസ്ത്രങ്ങൾ കടം വാങ്ങി ധരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ആളുകൾ കൂട്ടം കൂട്ടമായി എന്നെ കണ്ടുമുട്ടുകയും തോബ സ്വീകരിച്ചതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, അള്ളാഹു നിന്റെ പശ്ചാത്താപം സ്വീകരിച്ചതിന് നിനക്ക് അഭിനന്ദനങ്ങൾ. ഹദർത്ത് കഅബ് പറയുന്നു, ഒടുവിൽ ഞാൻ പള്ളിയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതാണ് കാണുന്നത്. അവിടുത്തെ തിരുമേനിയുടെ ചുറ്റും ആളുകളുണ്ട്. ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നെ ഹസ്തദാനം ചെയ്ത് അഭിനന്ദിച്ചു. മുഹാജിറുകളിൽ നിന്ന് അദ്ദേഹമല്ലാതെ മറ്റൊരാളും എഴുന്നേറ്റ് വന്നില്ല. അള്ളാഹുവാണ് സത്യം, തൽഹയുടെ ഈ പ്രവൃത്തി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഹസ്രത്ത് കഅബ് പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞപ്പോൾ അവിടുന്ന് അരുളി, അവിടുത്തെ മുഖം സന്തോഷത്താൽ തിളങ്ങുന്നുണ്ടായിരുന്നു. നിന്റെ ഉമ്മ നിന്ന് പ്രസവിച്ച ശേഷം നിന്റെ മേൽ കടന്നുപോയ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ സന്തോഷ വാർത്ത അങ്ങയുടെ വകയാണോ അതോ അള്ളാഹുവിൽ നിന്നാണോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുമ്പോൾ അവിടുത്തെ മുഖം ചന്ദ്രബിംബം പോലെ പ്രകാശിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്തോഷം മനസ്സിലാക്കുമായിരുന്നു. ഞാൻ അവിടുത്തെ മുന്നിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ തോബ സ്വീകരിച്ചതിൻ്റെ പ്രതിഫലമായി എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി സദക്കായി നൽകിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സ്വത്തിൽ നിന്ന് കുറച്ച് ഭാഗം നിനക്ക് വേണ്ടി നീക്കിവെക്കുക, കാരണം അതാണ് നിനക്കുത്തമം. ഞാൻ പറഞ്ഞു, എങ്കിൽ ഖൈബറിലുള്ള എൻ്റെ ഓഹരി ഞാൻ എനിക്ക് വേണ്ടി വെച്ചുകൊള്ളാം. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, സത്യസന്ധത കാരണമാണ് അള്ളാഹു എനിക്ക് രക്ഷ നൽകിയത്. എൻ്റെ തോബയുടെ ഭാഗമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലായ്പ്പോഴും സത്യം പറയുക എന്നത്. കാരണം അള്ളാഹുവാണ് സത്യം. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെപ്പോലെ എത്ര മനോഹരമായി പരീക്ഷിക്കപ്പെട്ട മറ്റൊരാളെയും മുസ്ലിങ്ങളിൽ എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ സത്യം പറഞ്ഞതു മുതൽ ഇന്നുവരെ ഞാൻ മനഃപൂർവ്വം നുണ പറഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തൻ്റെ റസൂലിൻ്റെ മേൽ ഈ വഹി അവതരിപ്പിച്ചു. അള്ളാഹു പ്രവാചകന്റെയും ക്ഷാമത്തിൻ്റെയും ഘട്ടത്തെ അദ്ദേഹത്തെ പിന്തുടർന്ന മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നേർക്ക് പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് തിരിഞ്ഞു. അവരിൽ ഒരു വിഭാഗത്തിൻ്റെ മനസ്സുകൾ തെറ്റിപ്പോകാറായിട്ടും അവൻ അവരുടെ തോപ സ്വീകരിച്ചു. നിശ്ചയം അവൻ അവർക്ക് വളരെ കൃപ കാണിക്കുന്നവനും ആവർത്തിച്ച് കരുണ ചെയ്യുന്നവനുമാണ്. കാബ് പറയുന്നു, അള്ളാഹുവാണ് സത്യം. അള്ളാഹു എനിക്ക് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചതിന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും അവൻ എനിക്ക് നൽകിയിട്ടില്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം തുറന്നു പറഞ്ഞു. നുണ പറഞ്ഞിരുന്നെങ്കിൽ നുണ പറഞ്ഞവർ നശിച്ചതുപോലെ ഞാനും നശിച്ചു പോകുമായിരുന്നു. ഹസ്രത്ത് കഅബ് പറയുന്നു, ഞങ്ങൾ 3 പേരുടെ കാര്യത്തിലെ തീരുമാനമാണ് സത്യം ചെയ്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികഴിവുകൾ സ്വീകരിച്ചവരുടെ തീരുമാനത്തെക്കാൾ മാറ്റിവെച്ചത്. അവിടുന്ന് അവരിൽ നിന്ന് ബയ്യത്തെടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹു തീരുമാനമെടുക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തീരുമാനം മാറ്റിവെച്ചു. ഇക്കാര്യമാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. അതുപോലെ പിന്നിൽ മാറ്റിവെക്കപ്പെട്ട ആ 3 പേരുടെ മേലും അവൻ അനുഗ്രഹം ചെയ്തു. ഇതിൽ പിന്നിൽ മാറ്റിവെക്കപ്പെട്ടവർ എന്ന് അള്ളാഹു പറഞ്ഞത് യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിന്നതിനെക്കുറിച്ചല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സത്യം ചെയ്യുകയും ഒഴികഴിവുകൾ പറയുകയും ചെയ്ത, അവിടുന്ന് ഒഴികഴിവുകൾ സ്വീകരിക്കുകയും ചെയ്ത ആളുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഞങ്ങളെ പിന്നോട്ട് മാറ്റി നിർത്തിയതിനെക്കുറിച്ചാണ്. ഞങ്ങൾ സത്യം പറഞ്ഞതുകൊണ്ട്. ഇനി ഞാൻ 3 മർഹൂമിങ്ങളെ അനുസ്മരിക്കാനും അവരുടെ ജനാസ നമസ്കാരം നിർവഹിക്കാനുമുള്ളതുകൊണ്ട് അത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തൻ്റെതായ ശൈലിയിൽ വിവരിച്ച ഈ സംഭവത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ്
അടുത്ത തവണ പറയുന്നതായിരിക്കും. മർഹൂമിങ്ങളിൽ ആദ്യത്തേത് ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം ആബിദ് സാഹിബ് മൊറബി സിൽസിലയാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ 72-ാമത്തെ വയസ്സിൽ വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ചക്വാളിലെ ഒരു പ്രദേശത്താണ് ജനിച്ചത്. 1967-ൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലയുടെ കൈകളിൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ ചേർന്നു. മർഹൂം ജന്മന അന്ധനായിരുന്നു. ഗ്രാമത്തിൽ വെച്ച് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. തൻ്റെ ഗ്രാമത്തിൽ വെച്ച് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. 1967-ൽ ജാമിയ അഹമ്മദിയയിൽ പ്രവേശിച്ചു. 1977-ൽ ജാമിയയിൽ നിന്ന് ഷാഹിദ് ഡിഗ്രിയോടൊപ്പം അറബി ഫാസിൽ പരീക്ഷയും വിജയിച്ചു. മറബി സിൽസില എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഇസ്ലാം ഷാദ് മക്കാമിയിൽ സേവനം ചെയ്യാനും പിന്നീട് മദ്രസത്തുൽ ഹിഫ്സിൽ ഉസ്താദായി സേവനം ചെയ്യാനും തൗഫീഖ് ലഭിച്ചു. പിന്നീട് ഫൈസലാബാദിലെ ഒരു ഗ്രാമത്തിലും സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഇന്തോനേഷ്യയിൽ 2 വർഷം മുബല്ലിഗ് എന്ന നിലയിൽ സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. അതിനുശേഷം ഇസ്ലാം ഷാദ് മർക്കസിയയിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് ദാറു സിയാഫത്തിൽ മുറബിയായി നിയോഗിക്കപ്പെട്ടു. അന്തർക്ക് വേണ്ടി രൂപീകരിച്ച മജ്ലിസിന്റെ 2000-ൽ ഇദ്ദേഹം സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഖിലാഫത്ത് ലൈബ്രറിയിൽ സേവനം ചെയ്യാനും ഇദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചു. ഇദ്ദേഹം ബ്രെയിൻ ലിപി പഠിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സഹപാഠിയും ഇപ്പോൾ ബംഗ്ലാദേശിലെ മുറബി സിൽസിലയുമായ ഇംദാദുർ റഹ്മാൻ സിദ്ദീഖി സാഹിബ് പറയുന്നു, ജാമിയ അഹമ്മദിയ റബോയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. സാഹിബ് വളരെ ബുദ്ധിശാലിയും പ്രതിഭാശാലിയുമായിരുന്നു. അദ്ദേഹത്തിന് വളരെ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു ആയത്തിന്റെ ചെറിയ ഭാഗം മാത്രം വായിച്ച ശേഷം ഈ ആയത്ത് ഖുർആനിലെ ഏതു ഭാഗത്താണ് വരുന്നത് എന്ന് ഹാഫിസ് സാഹിബിനോട് ചോദിച്ചാൽ അദ്ദേഹം 1 മിനിറ്റിനുള്ളിൽ ആലോചിച്ച് പറയുമായിരുന്നു, ഈ ആയത്ത് ഇന്ന സൂറത്തിന്റെ തുടക്കത്തിലോ മധ്യത്തിലോ ആണ് വരുന്നത് എന്ന്. കൂടാതെ ജാമിയയിൽ ഉസ്താദുമാർ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഹാഫിസ് സാഹിബിന് നന്നായി ഓർമ്മയുണ്ടായിരുന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലക്ക് അദ്ദേഹത്തോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന് ജാമിയയിൽ പ്രവേശനം ലഭിച്ചത്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലായിരുന്നെങ്കിലും ജാമിയയിൽ വളരെ നല്ല വിദ്യാഭ്യാസം നേടി. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ അടുത്തെത്തുകയും അവിടുന്ന് മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസും ഹാഫിസ് സാഹിബിനോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്നു. അതുപോലെ ഹനീഫ് മഹമ്മൂദ് സാഹിബും അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാൻ 7 വർഷത്തിന് ശേഷം ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് ശക്തിയായി അമർത്തി. പക്ഷേ ഞാനൊന്നും സംസാരിച്ചില്ല. ഹാഫിസ് സാഹിബ് ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. എൻ്റെ പേരെടുത്തുകൊണ്ട് ചോദിച്ചു, താങ്കൾ എപ്പോഴാണ് വന്നത്? അതായത് 7 വർഷത്തിന് ശേഷവും കൈ സ്പർശിച്ചതിലൂടെ മാത്രം അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. ഖുർആൻ ഓതുമ്പോൾ താൻ ഒരു തെറ്റും വരുത്തുകയില്ല എന്ന കാര്യത്തിൽ ഹാഫിസ് സാഹിബിന് വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇത് സത്യവുമായിരുന്നു. ഹനീഫ് സാഹിബ് ഒരു സംഭവം എഴുതുന്നു, ഞാൻ ഇവിടെ ജൽസയിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ താങ്കളെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എങ്ങനെ കണ്ടു? താങ്കൾക്ക് കാഴ്ചയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് ഭൗതികമായ കണ്ണിന് കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വലിയ ആത്മാർത്ഥതയും കൂറുമുണ്ടായിരുന്നു. അതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ, റെഫറൻസുകൾ അദ്ദേഹം ധാരാളമായി ഓർമ്മിച്ചിരുന്നു. ഇതിനെക്കുറിച്ചും പലരും എഴുതിയിട്ടുണ്ട്. ഏകദേശം 47 വർഷത്തോളം അദ്ദേഹത്തിന് ജമാഅത്തിനെ സേവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. ഖിലാഫത്തിനോട് അദ്ദേഹത്തിന് അഗാധമായ കൂറും ബന്ധവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 ആൺമക്കളും 4 പെൺമക്കളും ഉൾപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന് കാരുണ്യവും പാപമോചനവും നൽകി അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ക്ഷമയും ധൈര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 2ാമത്തെ വ്യക്തി ലൈബീരിയയിലെ മുഅല്ലിം സിൽസിലയായിരുന്ന ഷെയ്ഖ് അബൂബക്കർ ജോർജ് സാഹിബാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ 70-ാമത്തെ വയസ്സിൽ കുറച്ചു കാലം അസുഖം ബാധിച്ചതിന് ശേഷം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ചു കാലമായി അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. 1980-ൽ സെറാലോണിയിൽ വെച്ച് ബയ്യത്ത് ചെയ്ത് അദ്ദേഹം ജമാഅത്തിൽ ചേർന്നു. ഭൗതികമായി അദ്ദേഹം വലിയ നല്ല അവസ്ഥയിലായിരുന്നു. വിരമിച്ച ശേഷം
അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ദീനിന്റെ സേവനത്തിനായുള്ള അസാധാരണമായ ആവേശമുണ്ടാക്കി. 60 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അതിനു മുമ്പും ഖുർആൻ ഷരീഫ് വായിക്കാറുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയും കൃത്യമായ രീതിയിൽ ഖുർആൻ പഠിക്കുകയും ചെയ്തു. തുടർന്ന് തന്റെ ശേഷിച്ച ജീവിതം ദീനിന്റെ സേവനത്തിനായി ചെലവഴിക്കുമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. അദ്ദേഹം വാക്കിഫെ ജിന്ദഗി ആയിരുന്നില്ലെങ്കിലും വാക്കിഫെ ജിന്ദഗിയേക്കാൾ മികച്ച നിലയിലുള്ള പ്രായോഗിക ഭാവം അദ്ദേഹം കാണിച്ചിരുന്നു. ജമാഅത്തിന്റെ സേവനത്തിലും തബ്ലീഗിലും അദ്ദേഹം എപ്പോഴും മുന്നിലായിരുന്നു. ജമാഅത്തിന്റെ വകയായി അദ്ദേഹത്തിന് 1 വർഷത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ചു, കണ്ടന്റ് കോഴ്സ് ലഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ മൗല്യമായി നിയമിച്ചു. 2012 സ്വന്തം നഗരത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ മൗല്യമായി നിയമിച്ചു. അദ്ദേഹത്തിന് ഗാൻഡ നഗരത്തിൽ സ്വന്തമായി വീടുണ്ടായിരുന്നു. അത് അദ്ദേഹം സെന്ററായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്തു. ഈ വീടിന്റെ പരിസരത്ത് അദ്ദേഹം ഒരു ചെറിയ പള്ളിയും നിർമ്മിക്കുകയും ദീനീ സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിംബ കൗണ്ടിയിലെ ആദ്യത്തെ മുബല്ലിഗ് എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. വഫാത്ത് വരെ ഇവിടെ സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. ഗാൻഡയിൽ അദ്ദേഹം തന്റെ സ്വന്തം പ്ലോട്ട് പള്ളിക്കും മിഷൻ ഹൗസിനുമായി നൽകി. ഇന്ന് അവിടെയാണ് കേന്ദ്ര മസ്ജിദും റീജിയണൽ മിഷൻ ഹൗസും നിലകൊള്ളുന്നത്. അതുപോലെ മൺറോവിയയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു പ്ലോട്ടും ഒരു ചെറിയ വീടും അദ്ദേഹം ജമാഅത്തിന് ദാനം ചെയ്തു. മർഹൂം ജമാഅത്തുമായി എപ്പോഴും ആത്മാർത്ഥതയുടെയും വിശ്വസ്തയുടെയും ബന്ധം കാത്തു സൂക്ഷിച്ചു. വാർദ്ധക്യവും ബലഹീനതയും ഉണ്ടായിട്ടും തന്റെ കൗണ്ടിയിലെ വിദൂര പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം നിരന്തരം സന്ദർശനം നടത്തിയിരുന്നു. അവിടുത്തെ വഴികൾ ദുർഘടവും യാത്രയ്ക്ക് പ്രയാസമുള്ളതുമായിരുന്നു. അദ്ദേഹത്തിന്റെ തബ്ലീഗ് ശ്രമങ്ങളുടെ ഫലമായി ചില ഗ്രാമങ്ങൾ അഹമ്മദത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അദ്ദേഹം നമസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം എന്നിവ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ചന്തകൾ നൽകുന്നതിൽ കൃത്യത കാണിച്ചിരുന്നു. ദരിദ്രരെ ശ്രദ്ധിക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുമായിരുന്നു. സൽസ്വഭാവിയും ആത്മാർത്ഥയുള്ള മനുഷ്യനുമായിരുന്നു അദ്ദേഹം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. വഫാത്തിന് ശേഷം വസിയത്തിന്റെ കണക്ക് പരിശോധിച്ചപ്പോൾ ഏകദേശം 4 ലക്ഷം ലൈബീരിയൻ ഡോളർ അധികമായി അദ്ദേഹം അടച്ചിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുടുംബത്തിലെ 2 ഭാര്യമാർ കൂടാതെ 3 ആൺമക്കളും 2 പെൺമക്കളും ഉൾപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ തലമുറകളിൽ ജമാഅത്തിനുള്ള വിശ്വസ്തരുടെ ബന്ധം നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തേത് ലൈബീരിയയിലെ ഡോക്ടർ ഫസൽ മഹമ്മൂദ് ബന്നുൻ സാഹിബിന്റെ ഭാര്യയായിരുന്ന സമീന ബന്നുൻ സാഹിബിയാണ്. ഇവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഹാബിയായിരുന്ന ഹസ്രത്ത് മൗലാന അബ്ദുൽ റഹീം ദർദ് സാഹിബിന്റെ ദൗഹിത്രിയായിരുന്നു. ദർദ് സാഹിബ് UK മുബല്ലിഗായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മർഹൂമ റബോയിൽ നിന്നാണ് BA വിദ്യാഭ്യാസം നേടിയത്. തുടർന്ന് ലാഹോറിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA അറബിക് നേടി. ഏകദേശം 35 വർഷക്കാലം ആഫ്രിക്കയിൽ തന്റെ വഖഫ് ജിന്ദഗിയെ ഭർത്താവിനോടൊപ്പം എല്ലാത്തരം വെല്ലുവിളികളെയും ധീരതയോടെ നേരിട്ടുകൊണ്ട് അവർ കഴിച്ചുകൂട്ടി. എല്ലാ സാഹചര്യങ്ങളിലും അവർ സ്ഥിരത പാലിച്ചു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വഖഫിന്റെ വശങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെയും പൂർണ്ണ പ്രസന്നതയോടെയും അവർ ജീവിച്ചു. വൈവാഹിക ജീവിതത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ അവർ എപ്പോഴും ശ്രമിച്ചു. അവരുടെ അടുത്ത ബന്ധുവായ അവരുടെ സഹോദര ഭാര്യ ഇവർക്ക് വേണ്ടി എഴുതുന്നു, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ അവർ എപ്പോഴും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാവരോടും വലിയ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അവർ പെരുമാറി. ഫ്രഞ്ച് ഡെസ്കിന്റെ ഇൻചാർജായ അബ്ദുൽ ഗനി ജഹാംഗീർ സാഹിബ് എഴുതുന്നു, സമീന സാഹിബിയുടെ ഭർത്താവ് ഫ്രാൻസുമായി ബന്ധമുള്ള ആളായിരുന്നതിനാൽ ഇവർക്ക് ജഹാംഗീർ സാഹിബുമായും അദ്ദേഹത്തിന്റെ മാതാവുമായും ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ മർഹൂമയോട് ചോദിച്ചു, ഡോക്ടർ സാഹിബിന്റെ റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോവാനാണോ അതോ ഭർത്താവിന്റെ നാടായ മൗറീഷ്യസിലേക്ക് പോവാനാണോ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, ഇല്ല, ഞാൻ ആഫ്രിക്കക്കാരിയായി മാറി. പാകിസ്ഥാനുമില്ല, മൗറീഷ്യസുമില്ല. എനിക്ക് ആഫ്രിക്കയാണ് ഇഷ്ടം. എനിക്ക് എന്നേക്കുമായി ഇവിടെ താമസിക്കാനാണ് ആഗ്രഹം. ഫ്രഞ്ച് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ താമസിച്ചിരുന്നതുകൊണ്ട് മർഹൂമയ്ക്ക് ഫ്രഞ്ച് ഭാഷയിൽ നല്ല പ്രാവീണ്യം ലഭിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ മർഹൂമയുടെ അമ്മ എന്നോട് പറഞ്ഞു, സമീനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകൾ. കാരണം അവൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവളാണ്. ഒരിക്കലും ഒരു പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർമാർക്ക് ചിലപ്പോൾ നല്ല സാഹചര്യങ്ങൾ ലഭിക്കുമെങ്കിലും
ആദ്യഘട്ടങ്ങളിൽ വരുമാനം കുറവായിരിക്കും. ചെറിയ തുക കൊണ്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിലും അവർ വലിയ ക്ഷമയോടും ധൈര്യത്തോടും കൂടി ഭർത്താവിനെ പിന്തുണച്ചു ജീവിതം കഴിച്ചുകൂട്ടി. അവരുടെ ഭർത്താവും വലിയ വിശ്വസ്തയോടെ വഖഫ് നിറവേറ്റുകയുണ്ടായി. അദ്ദേഹം ആത്മാർത്ഥതയുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം പറയുന്നു. മകൾ അനീല, അവളിപ്പോൾ ഡോക്ടറാണ്, വഖഫ് ചെയ്ത ആശുപത്രിയിൽ സേവനം ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവളുടെ സ്കൂൾ ബാഗ് കീറിയിരുന്നു. ഉടൻ തന്നെ പുതിയ ബാഗ് വാങ്ങി നൽകുന്നതിന് പകരം മർഹൂമ മകളോട് പറഞ്ഞു, നിൽക്കൂ, ഞാൻ അത് ശരിയാക്കി തരാം. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് തുന്നി അത് ശരിയാക്കുകയുണ്ടായി. മർഹൂമ അങ്ങേ ലളിത ജീവിതം നയിക്കുന്നവരും 5 നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരും സൗഹൃദമുള്ളവരും ദയയും വാത്സല്യമുള്ളവരും എല്ലാവരെയും പരിഗണിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ക്ഷമയും നന്ദിയും കാണിക്കുന്നവരും അതിഥി സൽക്കാരം ചെയ്യുന്നവരും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ളവരും പാവങ്ങളെ സഹായിക്കുന്നവരുമായ ഒരു സ്ത്രീയായിരുന്നു. തുടക്കത്തിൽ ബുർക്കിന ഫസോയിലേക്ക് പോയ മുറബിമാർ എനിക്ക് എഴുതുകയുണ്ടായി, ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവർ ഞങ്ങളെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. ഞങ്ങൾ ഒറ്റക്കായിരുന്നതിനാൽ ഭക്ഷണത്തിൻ്റെയും മറ്റും കാര്യത്തിൽ അവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഖിലാഫത്തിനോട് അനുരാഗബദ്ധമായ ബന്ധമായിരുന്നു അവർക്ക്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മർഹൂമ മൂസിയാണ് ഭർത്താവിനെ കൂടാതെ ഒരു മകളും അവർക്കുണ്ട്. അവരുടെ ഒരു സഹോദരൻ ഡോക്ടർ മഹ്മൂദ് ആത്തിഫ് സാഹിബ് ഫസൽ ഉമർ ഹോസ്പിറ്റൽ റബ്വ, മറ്റൊരു സഹോദരൻ ഹാമിദ് മഖ്സൂദ് ആത്തിഫ് സാഹിബ് മൊറബി സിൽസില എന്നിവരാണ്. അള്ളാഹു മർഹൂമയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ദർജാത്തുകൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ 3 പേർക്കും വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ജനാസ ഗായബ് നിർവഹിക്കുന്നതാണ്. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.